ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വൻപയർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മോര് കറിയൊക്കെ കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെയാണ് ഇത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത ശേഷമാണ് വേവിക്കുന്നത്. അല്ലാതെയും ചെയ്യാം. അല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിസിൽ കേൾപ്പിക്കേണ്ടി വരും. ഞാനിതിപ്പോൾ തലേ ദിവസം ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് രാത്രി നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 2 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാനിവിടെ വേവിക്കാൻ പോകുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. നമ്മൾ കുതിർത്ത വൻപയർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടുന്നത്. അല്ലെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവത്തില്ല. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് വൻപയർ എടുക്കുന്നതിന് അനുസരിച്ച് നമ്മൾ കുറച്ച് തേങ്ങാപ്പീര എടുത്ത് വെക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ജീരകം, ചെറിയ ജീരകമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഒത്തിരി അരഞ്ഞു പോകണ്ട കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പീരയ്ക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. നമ്മൾ തേങ്ങ ചതച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് കടുക് വേണം. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം സവാള, ഒരുപാട് വലുതല്ല കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ. നമ്മുടെ വൻപയറൊക്കെ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. പൊട്ടി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങ ചതച്ചതിലൊന്നും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ചേർക്കുമ്പോൾ കുറേശ്ശെ മാത്രം ചേർക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി വൻപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തോരൻ വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വെക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ട് വൻപയറിന്. പയറുവർഗ്ഗങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പയർ സാധാരണ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വൻപയറിൻ്റെ അകത്ത് ഒട്ടും വെള്ളമില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ ഈ വൻപയറിൻ്റെ അകത്ത് നമുക്ക് വേവിച്ചപ്പോൾ ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തീ കുറച്ച് വയ്ക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. കേസ് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട്
പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇതുവരെ ഇപ്പോൾ വൻപയർ തോരനൊന്നും ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും ഒക്കെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ. തേങ്ങയൊക്കെ ചിരണ്ടാൻ മടിയാണെങ്കിൽ തേങ്ങയൊന്ന് കൊത്തിയ ശേഷം നമ്മളൊരു തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക, ഫ്രിഡ്ജിലൊക്കെ വെക്കുക. ബാക്കി കുറച്ചെടുത്തിട്ട് നമ്മൾ കൊത്താക്കിയ ശേഷം മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.